ഹായ്, ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ടീസർ ടീസർ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 2.2 മില്യൺ വ്യൂസും കടന്ന് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് ടീസർ എന്നത്. ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. അതോടൊപ്പം ടീസർ കണ്ടപ്പോൾ അല്ലെങ്കിൽ രാംലീലയ്ക്ക് ശേഷം ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ഒരു മണം അടിക്കുന്നുണ്ടെന്ന് പറയാം. ടീസർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. രാംലീലയ്ക്ക് ശേഷം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരിക്കും ഈ ചിത്രം എന്നാണ് എനിക്ക് ടീസർ കണ്ടപ്പോൾ തോന്നിയത്. അത്രയ്ക്ക് നല്ലൊരു ടീസറായിട്ടാണ് തോന്നിയത്. കാരണം ഈ ടീസർ കണ്ടപ്പോൾ തന്നെ വളരെ എന്താ പറയുന്നത്, ആ ഫൈറ്റ് സീൻസും കാര്യങ്ങളും ഡയലോഗ്സും കാര്യങ്ങളും, വിനീത് ശ്രീനിവാസൻ്റെ പെർഫോമൻസും ധ്യാൻ ശ്രീനിവാസനും, അപ്പോൾ എല്ലാം കൊണ്ടും, പിന്നെ ദിലീപേട്ടൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും ഫൈറ്റും പോലീസുകാരനെ അടിച്ചിടുന്നതും എല്ലാം കൂടെ കണ്ടപ്പോഴേക്കും ഒരു കാര്യം ഉറപ്പായി, ഇത് സംഭവം വേറെ ലെവലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാമലീലയ്ക്ക് ശേഷമുള്ള ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി ഹിറ്റായെങ്കിലും ഒരു രാമലീലയുടെ ആ ഒരു ലെവലോട്ടൊന്നും വന്നില്ല. പടം ഹിറ്റാണ്, നല്ല കളക്ഷനിങ് കിട്ടി. അതോടൊപ്പം OTTയിലും പടത്തിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ അതൊരു ഫാമിലി സിനിമയായിരുന്നു. നമുക്കൊരു വേണ്ടത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിറ്റാണ്. അപ്പോൾ ആ ഒരു ഈ പടം പൂർത്തിയാക്കുമെന്നാണ് എനിക്കിൻ്റെ ടീസർ കണ്ടപ്പോൾ തോന്നിയത്. അതോടൊപ്പം ലാലേട്ടൻ്റെ ക്യാമിയോയും ഉണ്ടെന്നാണ് പറയുന്നത്. ലാലേട്ടനെ ടീസറിൽ കാണിച്ചിട്ടില്ല. ലാലേട്ടൻ ഇല്ലാതെ തന്നെ ടീസർ കത്തിച്ചെന്ന് പറയാം. അപ്പം തിയേറ്ററിൽ ഇവർക്കേ, അതായത് വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളും ദിലീപേട്ടൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ലാലേട്ടനെ എങ്ങനെയാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതും ഒരു ഒന്നൊന്നര സംഭവമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൊത്തത്തിൽ കേരള ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിടാൻ പോകുന്നൊരു ഐറ്റം ആയിരിക്കും എന്നാണ് എനിക്കിതിൻ്റെ ടീസർ കണ്ടപ്പോൾ തോന്നിയത്. ഏതായാലും നല്ലൊരു ടീസർ കണ്ടപ്പോൾ തന്നെ കാണണമെന്ന്, ചില സിനിമകളായിരിക്കും നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ, ടീസറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണണമെന്ന് തോന്നുന്ന സിനിമകൾ. ആ തരത്തിലാണ് ഇപ്പോൾ പഫവായും വന്നിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും ധനഞ്ജയ് ശങ്കറാണ് ഇതിൻ്റെ സംവിധായകൻ. വലിയൊരു ഹൈപ്പാണ്. ചിത്രം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ വലിയൊരു ഹൈപ്പായിരുന്നു. പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ ക്യാമിയോയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നല്ലൊരു ഹൈപ്പായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീസറും കൂടെ വന്നു കഴിഞ്ഞപ്പം വേറെ ലെവൽ ഹൈപ്പിലേക്ക് സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വിജയുടെ ഗില്ലി റെഫറൻസും ഉണ്ട്. എല്ലാം കൂടെ ആകുമ്പോഴേക്കും പടം നല്ലൊരു ഇതായിരിക്കുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഫൈറ്റ് സീൻ, ആ പോലീസുകാരനെ അടിച്ചിടുന്നതൊക്കെ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ദിലീപേട്ടൻ ഇങ്ങനെയൊരു ചിത്രം വരുന്നതും എന്നതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയും. ഒരു കാലത്ത് മലയാളം ബോക്സ് ഓഫീസിനെ ഭരിച്ചിരുന്നൊരു നടനായിരുന്നു. പ്രത്യേകിച്ച് 2000 മുതൽ 2017 വരെയുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് റേഷ്യോ ഉള്ളൊരു ഇദ്ദേഹത്തിനായിരുന്നു. അതിനുശേഷം അറിയാമല്ലോ എന്താ സംഭവിച്ചതെന്ന്. അപ്പം അതിൽ നിന്നുമെല്ലാം ഒരു തിരിച്ചുവരവായിരിക്കുമെന്ന് ചിത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു വിജയം എന്നത് നല്ലൊരു കോൺഫിഡൻസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ളൊരു ചിത്രമായിരിക്കുമെന്നാണ് ടീസർ കണ്ടിട്ട് തോന്നിയത്. ഏതായാലും നല്ല തട്ടുപൊളിപ്പൻ സാധനം, ഓരോ അടിപൊളി സംഭവം. ദിലീപേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം. മമ്മൂക്കയ്ക്ക് രാജമാണിക്കോ അതോടൊപ്പം ലാലേട്ടൻ ചോട്ടാമ്പയൊക്കെ പോലെ ഇത് ദിലീപേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.